നമസ്കാരം. പി കെ രമേശൻ. ഇന്ന് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഓരോ നക്ഷത്രക്കാർക്ക് രാജയോഗം, ഒരുപാട് സമ്പത്ത് വരുന്നു, കാര്യങ്ങൾ വരുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കൊന്ന് വിശദീകരണം, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി, അതിൻ്റെ അനുഭവങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഇപ്പം മീനത്തിലെ ശനിയും ഇടവത്തിൽ ശുക്രനും, മിഥുനൻ രാശിയിൽ സൂര്യൻ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു. കർക്കിടകത്തിൽ ബുധനും, ചൊവ്വയും കേതും ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ മീനൻ രാശിയിലും, സർപ്പൻ കുംഭൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഗുളികനാകട്ടെ പരിവർത്തന യോഗം ചെയ്ത് ശനിയുമായി യോഗം ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കാളസർപ്പ രാജയോഗം സമയമാണ് ഇപ്പം നടക്കുന്നത്. ഈ കാളസർപ്പ രാജയോഗത്തിൽ അതിസമ്പന്നരാകാനും ധനാഭിവൃദ്ധി ഉണ്ടാകാനും ചിലർക്ക് യോഗങ്ങളുണ്ട്. ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ലഗ്നഭാവം കൊണ്ടും ചന്ദ്രഭാവം കൊണ്ടും പഠിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വസിക്കുന്ന വീട്ടിന് ഈ ഭാഗ്യങ്ങൾ കിട്ടുവാൻ യോഗവും വേണം. എന്നാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ കൂടുതലായിട്ടുണ്ടാകുകയുള്ളൂ. അപ്പോൾ മാളവിക രാജയോഗം ഇന്ന് 9-ാം തീയതി വൈകിട്ട് 7:45 തുടങ്ങിയിരിക്കുകയാണ്. ഈ മാളവിക രാജയോഗം എന്ന് പറഞ്ഞാൽ ശുക്രനെ കൊണ്ടാണ്. വ്യാഴത്തിൻ്റെ 12-ാം ഭാവത്തിൽ സ്വന്തം രാശിയിൽ ശുക്രൻ നിൽക്കുന്ന ഭാവമാണ് മാളവിക രാജയോഗം. അതായത് കലകൾ കൊണ്ടും സാമ്പത്തികമായും ഉയർച്ച ഉണ്ടാകുന്ന ഒരു യോഗമാണ് മാളവിക യോഗം. ഈ മാളവിക യോഗം സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇത് അനുഭവത്തിൽ വരുന്നത് 6 രാശിക്കാർക്കാണ്. ഈ 6 രാശിക്കാർക്ക് ചന്ദ്രലഗ്നാലോ ചന്ദ്രാലോ ഇപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമേ കിട്ടൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വസിക്കുന്ന വീടിൻ്റെ പ്രധാന കവാടം, നമ്മളെപ്പോഴും പുറത്തേക്കും അകത്തേക്കും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന പ്രധാന കവാടം, അതാണ് തലവാതിൽ. നമ്മളെ വീടൊക്കെ വെക്കുമ്പോൾ ആദ്യം വെക്കുന്ന കട്ടള എന്ന് പറയും. ഇത് നിങ്ങളുടെ വീടിൻ്റെ ഇടതുഭാഗത്തു നിന്ന് അളന്നു നോക്കിയാൽ ഒരു വീട് ഏത് ദർശനത്തിൽ നിന്നാലും ആ ഭാഗത്തിൻ്റെ ഇടതുഭാഗത്തു നിന്നും വലത്തെ അറ്റം വരെ അളന്ന് കിട്ടുന്ന തുകയെ 9 ഭാഗിക്കുക. 9 ഭാഗിച്ചതിന് ശേഷം ആ തലവാതിൽ വരുന്ന ഭാഗം നിങ്ങളൊരു ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് 4, 5, 6 ഈ 3 ഭാഗത്തിൽ തലവാതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഭാഗ്യം കൊണ്ടും മാളവിക രാജയോഗം സംഭവിക്കും. ഇത് ശാസ്ത്രമാണ്. കൃത്യമായ കണക്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാളവിക രാജയോഗം സംഭവിക്കും. ആ വീട്ടിൽ ധനം വരും, ആ വീടിൻ്റെ ഭാഗ്യം കൊണ്ട്. അപ്പോൾ ഇത് മാളവിക രാജയോഗം സംഭവിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് മാളവിക രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത് ഇടവൻ രാശിയിൽ കാർത്തിക മുക്കാൽ, രോഹിണി മകയിരത്തിൽ കാൽ എന്നീ 3 നക്ഷത്രം. 3 നക്ഷത്രമാകുമ്പോൾ ഈ മകയിരംകാരോ ആലോചിക്കും, കാർത്തികക്കാരോ ആലോചിക്കും. എൻ്റെ നക്ഷത്രം കാർത്തികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, ആദ്യ കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് മാളവിക രാജയോഗം ലഭിക്കുന്നതല്ല. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഇടവക്കൂറിൽ ജനിച്ചവർക്ക്, കാർത്തിക നക്ഷത്രം 2 കൂറിലാണ് സംഭവിക്കുന്നത്. ഇടവക്കൂറിൽ ജനിച്ചവർക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൂർണ്ണമായിട്ടും, മകയിരത്തിൽ അര, മകയിരം നക്ഷത്രമാണെന്ന് പറഞ്ഞ് എല്ലാവരും ചാടിപ്പറയുന്നത്, അതിൽ ആദ്യത്തെ പകുതിയിൽ ജനിച്ചവർ മാത്രമാണ് മാളവിക യോഗം ലഭിക്കുന്നത്. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയാണ്.
ചിങ്ങൻ രാശിയിൽ മാളവിക യോഗം സംഭവിക്കുന്നത് മകം നക്ഷത്രത്തിന് മാത്രമേ അത് കിട്ടുകയുള്ളൂ. കാരണം അതിന് കാരണമുണ്ട്. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ ഭാഗ്യധനാധിപനായ വിദ്യാകാരകനും ഭാഗ്യധനാധിപന്മാരുമായ വ്യാഴവും ശുക്രനും ചിങ്ങൻ രാശിയുടെ 11ാം ഭാവത്തിലും 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം മാളവിക യോഗം സംഭവിക്കും. പോരായിട്ട് അഷ്ടമശനി എന്ന് പറഞ്ഞാൽ ചില ഇഷ്ടഫലം നൽകുമെന്നാണ് ശാസ്ത്രം. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ സയൻസിൻ്റെ കണക്കുകൾ പ്രകാരം 1, 3, 9, 6, 11, 21, 22, 29, 31 എന്നീ തീയതികളിൽ ജനിച്ചിട്ടുള്ളവർക്കും ഈ മാളവിക യോഗത്തിന് വീട് അനുകൂലമാണെങ്കിൽ ഭാഗ്യമുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് നോക്കുന്നത് കന്നിക്കൂറിലാണ്. മാളവിക സംഭവിക്കുന്നത് പിന്നെ കന്നിക്കൂറിലാണ്. അത്തവും ചിത്തിരാരയും മാളവിക യോഗം. പക്ഷെ മാളവിക യോഗം കന്നിക്കൂറുകാർക്ക് സാധാരണ ലഭിക്കാറ് പതിവ് 10% മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കന്നിക്കൂറിൽ ജനിക്കുന്ന മനുഷ്യരാകട്ടെ ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതായത് പരിദൂഷണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെടാം. അവർക്കത് ഫലമായിട്ട് അത് മറ്റുള്ളവനെ ഉപദ്രവിക്കുക, മറ്റുള്ളവൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്നിങ്ങനെയുള്ള ക്രൂരകർമ്മങ്ങൾ ഈ കന്നിക്കൂറിൽ ജനിക്കുന്ന ആളുകൾ ചെയ്യാറുണ്ട്. അപ്പം കന്നിക്കൂറിൻ്റെ പ്രധാനം ബുധൻ്റെ ആധിപത്യമാണ്. എന്തിനേയും പിടിച്ച ബുധൻ സ്വക്ഷേത്രത്തിൽ ഉച്ചനാകുന്നവരാണ്. അപ്പോൾ എന്തിനേയും പിടിച്ച് സ്വന്തം കീഴ്ചയിലാക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം. പിന്നെ മാളവിക യോഗം സംഭവിക്കുന്നത് ചൊവ്വയെക്കൊണ്ടും കേതുവിനെ കൊണ്ടും ശുക്രനെ കൊണ്ടും മാളവിക യോഗം പിന്നെ സംഭവിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ വൃശ്ചികക്കൂറുകാർ. വൃശ്ചികക്കൂറിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്രത്തിന് മാളവിക യോഗം ഉറപ്പാണ്. അതുപോലെ തന്നെ ധനുക്കൂറില്ല മൂലം, അനിഴം എന്നീ നക്ഷത്രങ്ങൾക്കും മാളവിക യോഗം. പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടുന്നത് കുംഭൻ രാശിയിലെ തിരുവോണ നക്ഷത്രം. ഈ തിരുവോണ നക്ഷത്രത്തിന് പ്രശ്നമുണ്ട്. അവർക്ക് മാളവിക യോഗം സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം ശനി സമ്മതിക്കില്ല അവർക്ക്. ഈ തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്രൂരകൃത്യങ്ങളും ക്രൂരകർമ്മങ്ങളും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ നേരിടേണ്ടി വരും. ഒരുപാട് ക്രൂരകൃത്യങ്ങൾ മനുഷ്യനായി പിറന്നാൽ മനുഷ്യഗണത്തിൽ പിറന്നുകൊണ്ട് അവർ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് അവർക്ക് കിട്ടാറില്ല. പിന്നെ വരുന്നത് മാളവിക യോഗം എന്ന് വെച്ചാൽ മീനൻ രാശിയിലെ. മീനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോഴും മേടൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോഴും രണ്ട് കാര്യങ്ങളുണ്ട്. മീനൻ രാശിയുടെ 3ാം സ്ഥാനത്ത് സഹോദര സ്ഥാനത്താണ് ശുക്രൻ നിലയുറപ്പിച്ചിരുന്നത്. അതായത് 4ാം ഇടത്തിൽ ജന്മത്തിൽ ശനിയും കർമ്മം വിധാതാവ് ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതിൽ പ്രധാനമായിട്ടും പരസ്പര പരിവർത്തന യോഗം സംഭവിക്കുന്നു. ശനിയുടെ ദൃഷ്ടി 3ലേക്കൊണ്ട് ശുക്രനെ നോക്കുന്നു. 4ാമതെയും ശനിയുടെ 4ലേക്കും ശനിയുടെ പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ പൂർണ്ണ ദൃഷ്ടി നോക്കുന്നത് അവിടെ നിൽക്കുന്ന ആദിത്യനെയും വ്യാഴത്തെയുമാണ്. എന്നാൽ ആദിത്യൻ തിരിച്ചു നോക്കുന്നത് 10ാം ഭാവത്തിലേക്ക് ആദിത്യൻ്റെ ദൃഷ്ടിയുണ്ട്. ശനിയുടെ പ്രഭാവം നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ആദിത്യന്. ശനിയെന്ന് മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളുടെയും ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ സൂര്യൻ തേജസ്സിന് കഴിയും. അപ്പോൾ ആ ഒരു പവർ സൂര്യനുള്ളത് കൊണ്ട് വ്യാഴത്തിന് സ്വന്തം ശക്തിയും ഗുണവും കൊടുക്കാനും പറ്റത്തില്ല. ശനിക്ക് സ്വന്തം ശക്തിയും ഗുണവും ഉപയോഗിക്കാനും പറ്റില്ല.
ഈ മീനൻ രാശിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വരുമ്പോഴത്തേക്ക് മാളവിക യോഗം സംഭവിക്കുന്നതോട് കൂടി മറ്റൊരു യോഗം കൂടി അവരെ തേടി വരും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മി നാരായണ, അതായത് ഈ മാസം പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നു. ലക്ഷ്മി നാരായണന്മാരാരാണ്? സമ്പത്തിൻ്റെ, സർവ ജീവജാലങ്ങളുടെ സർവ ഊർജത്തിൻ്റെയും ജീവൻ്റെയും എല്ലാ അധിപനായ വ്യാഴഗ്രഹവും ശുക്രനും രണ്ടും ജ്ഞാനകാരകന്മാരാണ്. മിഥുനൻ രാശിയിൽ സമ്മേളിക്കും. അപ്പോൾ നാരായണൻ്റെ ഭാര്യയാണ് ലക്ഷ്മി. ലക്ഷ്മിയാണ് ശുക്രനെ പ്രതിനിധീകരിക്കുന്നത്. വ്യാഴഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന നാരായണനാണ്. ഈ ഗ്രഹങ്ങൾ തമ്മിൽ ഒരേ രാശിയിൽ വരുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നു. അപ്പോൾ 4-ാം ഇടത്തിൽ ലക്ഷ്മി നാരായണം സംഭവിക്കുമ്പോൾ മീനൻ രാശിക്കാർക്ക് വാഹനം, വീട്, അങ്ങനെയുള്ള പല സ്വത്തുക്കളൊക്കെ കൈ വരാനുള്ള ഒരു യോഗം ഉണ്ടാവും. നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിക്കാനുള്ളൊരു യോഗം ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് ദിവസം കൂടി കഴിയേണ്ടി വരും. പിന്നെ മറിച്ച് സംഭവിക്കുന്നത് അതേ ഒരു പൊസിഷനിൽ ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ ഒരു ഇത് കിട്ടുന്ന മേടൻ രാശിക്കാർക്കായിരിക്കും. അത് ജൂലൈ 14 കഴിയുമ്പോഴായിരിക്കും ലക്ഷ്മി നാരായണ യോഗത്തിനുള്ള സാധ്യത കൂടുന്നത്. ജൂലൈ 14 ശേഷം സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് മാറും. അപ്പോഴാണ് കിട്ടും. അപ്പോൾ ഗുണഫലങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലാതെ വരും. ജനങ്ങൾക്കൊക്കെ ജ്യോതിഷത്തിൽ വലിയ പാണ്ഡിത്യവും ഇതൊക്കെ ഇല്ലാത്തവരുമൊക്കെ ചില ചൂഷണം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ജ്യോത്സ്യത്തിനെ സമർപ്പിച്ച് ചെന്ന് സമീപിച്ച് കഴിഞ്ഞാൽ കുറച്ച് വഴിപാടുകളെ കുറിച്ച് കൊടുക്കുന്നു. ഈ വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ക്ഷേത്രത്തിൽ ആ വഴിപാട് ചെയ്യാറില്ല കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ ഫലസിദ്ധിയും കുറയപ്പെടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാവരും ജ്യോത്സ്യം പറയുമ്പോഴത്തേക്ക് ആ ജ്യോത്സ്യത്തിൽ കുറ്റം പറയുന്നവരും നിൽക്കുക. നിങ്ങൾ ജനിച്ച സമയങ്ങളുണ്ടാവും. നിങ്ങൾ ആ ജനിച്ച അതേ സമയത്ത് തന്നെ പല ജില്ലയിലും പല സ്റ്റേറ്റിലും അതേപോലെ ഒരുപാട് പേര് ജനിക്കുന്നുണ്ട്. ഈ ജനിക്കുമ്പോൾ സൂര്യൻ്റെ അംശം എത്രത്തോളം ഓരോ വ്യക്തികളിൽ എത്തുന്നു, ജനിക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തി സൂര്യാംശകം നോക്കാറുണ്ട്. ചന്ദ്രാംശകവും നോക്കും. അതനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ഫലം കിട്ടുന്നത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇന്ന സംഭവിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും, രാജയോഗം ഉണ്ടാകും എന്നൊക്കെ പറയും. അത് അനുഭവത്തിൽ 90% പേർക്കും ലഭിക്കാറില്ല. അതുകൊണ്ട് പലർക്കും അത് ബുദ്ധിമുട്ട്. എന്നാൽ 10% പേർക്ക് ലഭിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഒന്ന്, അവർ ഒന്നെങ്കിൽ വസിക്കുന്ന വീട് കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ ജനിച്ച സമയം കറക്റ്റായിരിക്കണം. പിന്നെ അവരുടെ പൂർവ്വജന്മ പുണ്യം ഇതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ലക്ഷ്മി നാരായണം യോഗം സംഭവിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി 7:45 മുതൽ ലക്ഷ്മി നാരായണ യോഗമല്ല, മാളവിക രാജയോഗം സംഭവിക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും വൃശ്ചികം, ധനുവും, മീനം എന്നീ കൂറുകളിൽപ്പെട്ടവർക്കായിരിക്കും മാളവിക യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കാൻ പോകുന്നത്. ഒന്നുകൂടി പറയുന്നു, ഈ വീഡിയോ മൊത്തം കണ്ടിട്ടേ നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കാവുള്ളൂ. നിങ്ങളുടെ വീട് ഏത് ദിക്കിൽ തിരിഞ്ഞ് നിന്നാലും നിങ്ങൾ നാളെ ഒന്ന് കാണിക്കുക, ഒരു ടേപ്പ് എടുക്കുക, ആ വീടിൻ്റെ മൊത്തം എത്ര അടിയുണ്ടെന്ന് അളക്കുക. മൊത്തം എത്ര അടിയുണ്ടെന്ന് അളക്കുക. എന്നിട്ട് മൊബൈലെടുത്ത് കണക്ക് കൂട്ടുക. ആ അടികളെ 9 കൊണ്ട് ഹരിക്കുക. ഹരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ടേപ്പ് എടുക്കണം. അപ്പോൾ ഒരു ഭാഗത്തിന് എത്ര വരും എന്നുള്ള കണക്ക് നിങ്ങൾ ഹരിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന തുക ഉണ്ടാവും. ആ തുകയെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു തുക എടുത്തിട്ട് ആദ്യം വീടിൻ്റെ ഏത് ദിക്കിൽ നിന്ന് തിരിഞ്ഞു നിന്നാലും ആ വീടിൻ്റെ ഇടത് ഭാഗം വലത് ഭാഗമാകരുത്. നിങ്ങൾ ആ വീടിന് എതിർവശത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന ഭാഗമായിരിക്കും ഇടത് ഭാഗം. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്? നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വലത് കൈ വീടിൻ്റെ വലതു ഭാഗമാണ് കാണിക്കുന്നത്. തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇടതുഭാഗം. അപ്പം തിരിഞ്ഞ് നിന്ന് കാണുന്നതാണ് ഇടതുഭാഗം. അവിടുന്ന് നിങ്ങൾ അളക്കുമ്പോൾ കിട്ടുന്ന വെച്ച് ഓരോ ചോക്ക് കൊണ്ട് നിങ്ങൾ 9 ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രധാന കവാടം എവിടെ വരുന്നു എന്ന് നോക്കുക. 4, 5, 6 ഈ 3 ഭാഗങ്ങളിൽ എവിടെയാണോ വരുന്ന എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നക്ഷത്രമല്ലെങ്കിലും മാളവിക യോഗം സംഭവിക്കും, ഉറപ്പ്.
വണക്കം.